നമസ്കാരം. ധനുഷ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 +2 ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറാണ്. ഡിഗ്രി പ്രിലിംസിൽ എഴുതുന്നവർക്കും അതേപോലെ DC എഴുതുന്നവർക്കും പ്രിസൺ ഓഫീസർ തസ്തിക എഴുതുന്നവർക്കുമൊക്കെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഖാസി മുഹമ്മദ്, സംക്രമ മാധവൻ, അതുലൻ, അർണോസ് പാതിരി. ആൻസർ ഓപ്ഷൻ സി ആണ്, അതുലൻ. മൂഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? അതുലൻ. നെക്സ്റ്റ് വൺ: ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? ആൻസർ കൊച്ചിയും തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ CMSൻ്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂർ. അല്ലേ? സിലബസ് വെച്ച് പഠിക്കുന്നവർക്കറിയാം. സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളിൽ ഓർഡർ ബൈ ഓർഡർ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിലബസ് നോക്കി പഠിക്കുന്നവർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അത് ഫസ്റ്റ് അതുലൻ. മൂഷകവംശം ആദ്യം മുതൽ കേരളത്തിൻ്റെ മുതൽ ഇങ്ങോട്ടത് ടച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ആൻസർ VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്ന ആരെയാണ്? VO ചിദംബരം പിള്ള. ഓക്കെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരായിരുന്നു? ആൻസർ സൈമൺ ബോളിവർ. സൈമൺ ബോളിവർ. വിമോചകൻ ആരായിരുന്നു? സൈമൺ ബോളിവർ. അല്ലേ? കപ്പലോട്ടിയ തമിഴൻ ആരായിരുന്നു? VO ചിദംബരം പിള്ള. ഓക്കെ, വിമോചകൻ ആരായിരുന്നു? സൈമൺ ബോളിവർ. ഓക്കെ അല്ലേ? സൈമൺ ബോളിവർ ആണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. കപ്പലോട്ടിയ തമിഴൻ ആരായിരുന്നു? VO ചിദംബരം പിള്ള. വിമോചകൻ ആരാണെന്ന് അറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബോളിവർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം: ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ആൻസർ ബെർണാഡ് ബറൂച്ച്. ബെർണാഡ് ബറൂച്ച്. ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ബെർണാഡ് ബറൂച്ച്. ബെർണാഡ് ബറൂച്ച്. ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ബെർണാഡ് ബറൂച്ചാണ്. നെക്സ്റ്റ് ചോദ്യം: അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ സി, തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ. അയണോസ്ഫിയർ തെർമോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ അല്ലേ? അങ്ങനെ ഉണ്ടെന്നല്ലേ. അപ്പോൾ ഇവിടെ അയണോസ്ഫിയർ എന്തിൻ്റെ ഭാഗമാണ്? തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം: ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ആൻസർ വെള്ള നിറം. തരിശുഭൂമിക്ക് വെള്ള നിറമാണ്. തരിശുഭൂമിക്ക് വെള്ള നിറമാണ് അല്ലേ? ഒരു ഹിൻറ്റ് പറയാം. മഞ്ഞ നിറം ഇവിടത്തേക്ക് ഉപയോഗിക്കില്ല. നമ്മൾ ഫാമില്ലേ, കൃഷി ചെയ്യുന്ന ഫാമൊക്കെ ഇല്ല, അഗ്രികൾച്ചറൽ ഫാം, അതിനൊക്കെയാണ് എന്ത് മഞ്ഞ നിറം ഉപയോഗിക്കുക. ഓക്കെ, നമ്മുടെ കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചറൽ ഫാമൊക്കെ മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? വെള്ള നിറമാണ്. തരിശായി കിടക്കും വെള്ള നിറമാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്: ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജമുന നദി. ജമുന നദി. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേര് ജമുന എന്നാണ്. ജമുന എന്നാണ്. നെക്സ്റ്റ് ചോദ്യം: പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? പശ്ചിമ അസ്വസ്ഥത ഉഷ്ണകാലമാണോ? ശൈത്യകാലമാണോ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണോ? വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണോ? ഇതിലേതാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന കാലം ഏതാണ്? പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന പ്രതിഭാസം എന്തുമായി യോജിച്ച് പോകാൻ നമുക്ക്? ആൻസർ ശൈത്യകാലം. പശ്ചിമ അസ്വസ്ഥത ഏതാണ്? ശൈത്യകാലം. പശ്ചിമ അസ്വസ്ഥത
ശൈത്യകാലത്ത് നമുക്ക് തണുപ്പടിച്ച് അസ്വസ്ഥത ഉണ്ടാകുന്നു അല്ലേ. പശ്ചിമ അസ്വസ്ഥത എന്ന് പറയാം. പശ്ചിമ അസ്വസ്ഥത ഏതാണ്? ശൈത്യകാലം. ഓക്കെ, ശൈത്യകാലം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ എന്താണ്? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ്. നെക്സ്റ്റ് ചോദ്യം. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി പറയുന്ന പേര് എന്താണ്? എന്ത് പേരാണ്? ആൻസർ പൊതുഭരണം. നെക്സ്റ്റ് ചോദ്യം. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവരും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി ആരാണ്? ഒരേ ഒരാളെ ഉള്ളൂ പറയാൻ പറ്റുന്നത് അല്ലേ. ആരാണിത്? ഓപ്ഷൻ സി ആൻസറായി വരുന്ന മഹാത്മാഗാന്ധിയാണ് അല്ലേ. മഹാത്മാഗാന്ധിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധിയാണ് ഒരു പാവപ്പെട്ടവന് എങ്ങനെയാണ് സഹായം കിട്ടുക എന്ന് ആലോചിക്കാൻ പറഞ്ഞ വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ്. നെക്സ്റ്റ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ആൻസർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം. ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? സംരംഭം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്? അക്ഷയ കേന്ദ്രം അല്ലേ. അക്ഷയ കേന്ദ്രം. അതെങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു നമുക്കറിയണ്ട. നമ്മൾക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ചിട്ടുള്ള സംഭവം എന്താണ്? അക്ഷയ കേന്ദ്രമാണ്. നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കിയൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്ത സംരംഭം എന്താണ്? അക്ഷയ കേന്ദ്രമാണ് അല്ലേ. ഓക്കെയാണ്. നെക്സ്റ്റ് ചോദ്യം. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? അഴിമതി കേസുകൾ പരിശോധിക്കുവാൻ രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോകായുക്ത. ഓക്കെ, ശ്രദ്ധിച്ചു വായിക്കണം. അത് അഴിമതി കേസുകൾ എവിടെയാണത്? ലോകായുക്തയാണ്. നെക്സ്റ്റ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? ആൻസർ മൗലിക അവകാശമാണ് ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഏത് സാഹചര്യത്തിലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം. അതേത് തന്നെയാണ്? മൗലിക അവകാശമാണ്. നെക്സ്റ്റ്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടെ വാക്കുകളാണത്? നമുക്ക് വേഗം ഉത്തരം പറയാൻ കഴിയും. നമുക്ക് ഡോക്ടർ BR അംബേദ്കറിൻ്റെ വാക്കുകൾ അല്ലേ. ആർട്ടിക്കിൾ ഏതാണത്? ആർട്ടിക്കിൾ 32 പറയാൻ പറ്റും നമുക്ക്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം അല്ലേ. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താണ്? ആർട്ടിക്കിൾ 32 പറ്റി പറയുന്ന കാര്യങ്ങളാണ്. ഇതാര് പറഞ്ഞതാണ്? ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ചോദ്യം. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 4A അല്ലേ. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ 4 ഇങ്ങനെയല്ലേ കിടക്കുക അല്ലേ. റോമൻ ലെറ്ററിലാണ് കിടക്കുക. അപ്പം ഫസ്റ്റ് കാണുമ്പോൾ ഒന്ന് വന്നാൽ 4A ആണെന്നുള്ളത് 4A. ഓക്കെ, ആൻസർ 4A. നെക്സ്റ്റ് ചോദ്യം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം
ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ്? ആൻസർ എന്തായിരിക്കും? ന്യൂനപക്ഷങ്ങൾക്ക് അല്ലേ? ആൻസർ എന്തായിരിക്കണം വരിക? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ഓക്കെ, ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കുന്ന അവകാശം ഏതാണ്? സംസ്കാരവും വിദ്യാഭ്യാസപരമായ അവകാശമാണെന്ന് ഓർത്തു വെച്ചുക. ആർട്ടിക്കിൾസ് 28 27 എന്ന ഭാഗത്തുണ്ട്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏതാണ്? ആൻസർ ഏതാണ്? 26 നവംബർ 1949. 26 നവംബർ 1949 ഡേറ്റാണ് വെച്ചൊക്കെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞേക്കുന്ന ഡേറ്റ് അല്ലേ? ആ ഡേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഡേറ്റാണിത് 26 നവംബർ 1949. ഓർത്ത് വെച്ചു. നെക്സ്റ്റ്, 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം ഏതാണ്? നമുക്ക് അത്ര ഇപ്പോൾ വേണ്ടെങ്കിൽ പോലും ഒന്ന് അറിഞ്ഞിരിക്കല്ലേ, അത്തരം ചോദ്യങ്ങളുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ആൻസർ കോർപ്പറേറ്റ് നികുതിയാണ്. ഓക്കെ, അത്തരം ചോദ്യങ്ങൾ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ അല്ലേ, ഡിഗ്രി പ്രിലിംസിനൊക്കെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഉണ്ട്, അപ്പോൾ അത് പഠിക്കുമ്പോൾ അവിടെയുള്ള വരുമാനം ലഭിച്ച നികുതി ഇങ്ങനെ വരുന്ന നികുതി പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലെടുത്ത് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1770. നെക്സ്റ്റ് സ്പീഡ് കൂട്ടാം. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1770 നെക്സ്റ്റ്, 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് 5 to 10 ലക്ഷം. അത്രയും രൂപ ഉള്ള പരിഹാരത്തിന് വേണ്ടി ഒരു ഉപഭോക്താവ് എത്ര രൂപ ഫീസ് അടയ്ക്കേണ്ടി വരുന്നു? ചുമ്മാതെ കൊടുത്താലും നോക്കതല്ലേ, ഫീസ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എത്ര രൂപ ഫീസ് അടയ്ക്കേണ്ടി വരണം? എത്ര ഫീസ്? 400 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത്? 52 കാര്യമാണ്. ഇപ്പോഴും നമുക്കത് പഠിക്കാൻ പറ്റിയ ചോദ്യമാണ് തന്നെയാണ്. 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? ആൻസർ 7.92% അല്ലേ? 7.92% വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിച്ചു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏതാണ്? അമർത്യ സെൻ, മനുഷ്യക്ഷേമം, കാൾ മാർക്സ്, ലെസസ് ഫെയർ, ദാദാഭായ് നവറോജി ചർച്ച സിദ്ധാന്തം, ഗാന്ധി ട്രസ്റ്റ് അല്ലേ? സ്പീഡിൽ വായിച്ച് വേണം പഠിക്കാൻ എപ്പോഴും. കേട്ടോ, നമുക്കിതൊക്കെ പറഞ്ഞാൽ സ്പീഡിൽ വേണം വായിച്ച് പഠിക്കാൻ. അത് അപ്പോൾ നമുക്ക് തീരത്തുള്ളൂ. ഓക്കെ, അല്ല ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് നോക്കിയിരുന്നാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ സ്പീഡ് വായിക്കണം എപ്പോഴും. സ്പീഡ് ചില പറഞ്ഞ് ഞാൻ വായിക്കുന്ന സ്പീഡാണ്, പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സ്പീഡിൽ അങ്ങനെ ശീലിച്ചു പോയി കുറച്ച്. പക്ഷെങ്കിൽ പഠിപ്പിക്കുമ്പോൾ സ്പീഡ് വേണ്ട എന്നുള്ളതാണല്ലേ. ഒക്കെ BEd കഴിഞ്ഞ ആൾക്കാർ, ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരുമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയാത് മാത്രമേ ഉള്ളൂ. കാൾ മാർക്സ്, ലെസസ് ഫെയർ അല്ലേ? ശരി അല്ലാത്ത കേട്ടോ, ജോഡി അല്ലാത്തതാണ് പറഞ്ഞേക്കുന്നത്. കാൾ മാർക്സ്, ലെസസ് ഫെയർ അല്ലാത്തത്. അപ്പം നമുക്കറിയാം അമർത്യ സെന്നിൻ്റെ മനുഷ്യക്ഷേമം എന്നുള്ള സംഭവമില്ലേ, മനുഷ്യക്ഷേമമുണ്ട്. അതുപോലെ ദാദാഭായിയുടെ ചോർച്ച, അത് നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ? ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് ഉണ്ട്. ഓക്കെ, അതൊക്കെ മറക്കാത്ത കാര്യങ്ങളാണ്. ഗാന്ധിജി ചോർച്ചയുണ്ട്, ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ്, ഇതൊന്നും മറക്കില്ല. നമ്മുടെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഈ ഇത്രയും പോയിൻറ്റ്സുകൾ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ K ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ യോജകലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? യോജകല ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ് പേശീകല. ഓക്കെ, നെക്സ്റ്റ്, ബയോളജി ഇപ്പോൾ വേണമെന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയാണ്? ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയാണ്? ഏത് പാളി? ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണുക. അപ്പോൾ ഓസോണിൻ്റെ സാവച്ചിട്ടാണ് ഞാനങ്ങ് ഓർത്തിരിക്കുക എപ്പോഴും. ഓസോണിൻ്റെ സ്ട്രാറ്റില്ല, അല്ല എനിക്ക് ഓർക്കാൻ ഒരു മാർഗ്ഗമില്ല. കാരണം ഇത്രയൊക്കെ നമ്മളിങ്ങനെ കൂടെ പോയിരുന്നാലും എന്താണ്, അപ്പോൾ മറക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഓസോൺ പാളി പഠിച്ച് ഞാൻ വെച്ച് പഠിക്കുമ്പോൾ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. നെക്സ്റ്റ് ചോദ്യം,
ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം. വേദന കുറയ്ക്കുന്ന സംഭവം ഏതാണ്? ആൻസർ അനാൽജസിക്കുകൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കുവാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏതാണ്? ആൻസർ ബ്ലൂ-റേ DVD. ബ്ലൂ-റേ DVD ആണ് ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കുവാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂ-റേ DVD. നെക്സ്റ്റ്, ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഏത്? ജിംബ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണെന്ത്? ജിംബ് എന്ന് പഠിച്ചു വെക്കാം അല്ലേ. ജമ്പ് വരയ്ക്കാം. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണെന്ത്? ജിംബ്. നെക്സ്റ്റ്, സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ആൻസർ ഏതാണ്? ബ്രൗസർ. സഫാരി എന്നുള്ളതൊരു ബ്രൗസറാണ് അല്ലേ, ബ്രൗസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ആൻസർ കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഗ്രാഫ്മെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേരെന്താണ്? പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേരെന്താണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ ബി ബഗ്സ് എന്നാണ് പറയും. ബഗ്സ് എന്നാണ് പറയുക. നെക്സ്റ്റ്, തെറ്റായ ജോഡി ഏതാണ് അല്ലേ? മലയാളത്തിലേക്ക് തെറ്റായ ജോഡി ഏതാണ്? തെറ്റേത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി ആണ് തെറ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് തെറ്റ് വരിക അല്ലേ. നീലകണ്ഠപിള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നെയിം കാരൂർ എന്നാണ്. അച്യുതൻ നമ്പൂതിരി അക്കിത്തം. നീലകണ്ഠപിള്ള നീലകണ്ഠൻ്റെ കാവച്ചിട്ട് കാരൂർ പിടിക്കുക അല്ലേ. കാവച്ചിട്ട് കരൂർ പിടിക്കുക. അച്യുതൻ നമ്പൂതിരിക്ക് അക്കിത്തം പറയാം. സച്ചിദാനന്ദൻ ആനന്ദ്. നമുക്കത് എഴുതാൻ പറ്റും. സച്ചിദാനന്ദൻ ആനന്ദ്, അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, നീലകണ്ഠപിള്ള കാരൂർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം, റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണിത് അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓണം അല്ലേ. ചോദ്യത്തിൻ്റെ ആ ഒരു ഘടനകൾ, ഉത്തരം ഒന്ന്, കണ്ടന്റ് അത് തന്നെയാണ്. ഘടന ഒന്ന് മാറി ചോദിക്കും, സ്ട്രക്ചർ അല്ലേ. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറി ചോദിക്കുന്നില്ല. അത് ഉത്തരം അത് തന്നെ, ചോദ്യം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തൃപ്പൂണിത്തുറയിലെ സംഭവം എന്താണ്? ഓണത്തോട് അനുബന്ധിച്ച് നടക്കുന്ന സംഭവമാണ് അത്തച്ചമയ ഘോഷയാത്ര. നെക്സ്റ്റ്, ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം? ആൻസർ വയലിൻ. നെക്സ്റ്റ്, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്തി. അടുത്ത ചോദ്യം. ഖേൽരത്ന പുരസ്കാരം ആദ്യം നേടിയ മലയാളി ആരാണ്? KM ബീന മോൾ. ഖേൽരത്ന പുരസ്കാരം. ഓക്കെ, KG. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി KM ബീന മോൾ. അവരുടെ മുഖമൊക്കെ എപ്പോഴും ഓർമ്മ. KM ബീന മോൾ. നെക്സ്റ്റ് ചോദ്യം. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ് അല്ലേ. അവിടെ രാജഭരണം കഴിഞ്ഞ് ഇലക്ഷനൊക്കെ വന്ന് ഭരണം നടത്തിയതിന് ശേഷം 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? ക്യൂബയാണ് അല്ലേ. ക്യൂബ. ഫെഡറലിസം ക്യൂബ എന്ന് പറയും. ക്യൂബ. ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി, നമ്മുടെ AI നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ആൻസർ ഫെഡറൽ ബാങ്ക്. 21 ചോദ്യമാണ്. അന്ന് മുതലേ AI-യെക്കുറിച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട് എന്ന് ആലോചിക്കുക. ബാങ്കിങ് നിയമങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആൻസർ എന്താണ്? സുഗതകുമാരിയാണ് അല്ലേ. സുഗതകുമാരിക്കാണ് പ്രഥമ ONV പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. സുഗതകുമാരി അല്ലേ. സുഗതകുമാരിയുടെ മുഖമൊക്കെ ഓർമ്മ വരുന്നു. അവർക്കാണ് എന്ത് കൊടുത്തത്? ആദ്യത്തെ ONV പുരസ്കാരം എടുത്ത് അങ്ങോട്ട് കൊടുത്തല്ലേ. പ്രഥമ ONV പുരസ്കാരം കൊടുത്ത ആർക്കാണ്? സുഗതകുമാരി. നമ്മുടെ പച്ചയുള്ള കാര്യങ്ങളൊക്കെ എഴുതി, നേച്ചറിനെ പറ്റി എഴുതി, പ്രകൃതിയെ പറ്റി എഴുതി വരുന്ന ഒരു കവയിത്രിയാണ് സുഗതകുമാരി. പ്രഥമ ONV പുരസ്കാരം വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം എന്താണ്? എന്ത് പ്രാധാന്യമുണ്ടെന്നായിരുന്നു? സസ്യാരോഗ്യ വർഷം. പോട്ടെ. നെക്സ്റ്റ് ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടന്നത്?
നടന്നത് എത്രാമത്തെയായിരുന്നു? 8ാമത്തെ. ഓക്കെ. നെക്സ്റ്റ് മാത്സിൻ്റെ നോക്കണം. 8 + 3 × 2 - 4 / 2 + 6ൻ്റെ വില എത്രയാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 18. 1/3ക്കും 1/2നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 2/5. ഒരു സംഖ്യയുടെ 30%വും 70%വും തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 180. നിങ്ങളിതൊന്നിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യം കണ്ട് കണക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n² + n ആണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? അല്ലേ? അതിന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ചോദ്യം. ഒരു സമചതുര സ്തൂപികയുടെ ചരിവ് ഉയരം 15 സെൻറ്റിമീറ്റർ ആണ്, പാദവക്ക് 12 സെൻറ്റിമീറ്റർ ആണ്. ആയാൽ സ്തൂപികയുടെ ഉയരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും ചോദ്യം ചെയ്ത് നോക്കാനും ഒരു അവസരം കൂടിയാണ്. നെക്സ്റ്റ്, √3² × 5² + 2⁶ × 5² വില എത്രയാണ്? ആൻസറും നമ്മുടെ ഇല്ല, കണ്ടുപിടിക്കണം. ഓക്കെ. ചോദ്യങ്ങൾ തെറ്റുണ്ടെന്നുള്ള സത്യം. 58, 57 എന്ന് പറയുമ്പോൾ അതിൻ്റെ ചോദ്യം ഓപ്ഷൻ ചോദ്യോത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ്, ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. വർഷാവസാനം ലഭിക്കുന്ന തുക എത്രയാണ്? കൂട്ടുപലിശയുടെ കണക്കുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ് പറഞ്ഞത് കേട്ടോ. ആൻസർ ഓപ്ഷന് ബി ആണ്, 58 ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1210. നെക്സ്റ്റ്, രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, രമ അതേ ജോലി 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? അതിൻ്റെ ഉത്തരം പറയാം. ആൻസർ ഓപ്ഷൻ ഡി, 3 7 3 ആണ് എൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. A:B 5:2 ആണ്. B:C 3:7 ആയാൽ A:C എത്ര? ആൻസർ അതിൻ്റെ ഓപ്ഷൻ എ ആണ്. 5, 8, 17, 44 ശ്രേണിയുടെ അടുത്ത പദം എത്രയാണ്? ആൻസർ എത്ര വരിക? ആൻസർ എന്ന് പറയുമ്പോൾ പറഞ്ഞുതരാമേ. ആൻസർ ഓപ്ഷൻ സി ആണ്, 125. നെക്സ്റ്റ് ചോദ്യം. പെർസെൻറ്റേജ് എന്നത് മൈനസിനെയും സ്റ്റാർ എന്നത് ഡിവിഷനെയും സിമ്പിൾ കൊടുത്തേക്കുന്നതാണ്. നിങ്ങളൊന്ന് വായിക്കൂ. 62 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്, 49. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഒരു ക്ലോക്കിലെ പ്രതിബിംബങ്ങളിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 3:30 ആണ്. ഓക്കെ. ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതും ആൻസർ ഓപ്ഷൻ ഡി ആണ്, 121. എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്നും 16ാമതും പുറകിൽ നിന്ന് 20ാമതുമാണ്. എന്നാൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്നുള്ളതാണ് ചോദ്യം. ആൻസർ അതിൻ്റെ ഓപ്ഷൻ എ ആണ്, 35. ഒരു ക്ലോക്കിലെ സമയം 9:35 ആയാൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള വ്യത്യാസം കോണളം എത്ര? അല്ലേ? എൻ്റെയൊക്കെ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻസർ എത്ര വരുന്നതിൻ്റെ ഓപ്ഷൻ സി. കറക്റ്റാണോ നോക്കണം. 2016 ഫെബ്രുവരി 25-ാം തീയതി തിങ്കളാഴ്ചയായാൽ 2016 മാർച്ച് 10 എത്ര തീയതി ആയിരിക്കും? എത്ര ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശരി. ഓക്കെ. നെക്സ്റ്റ്, 69 എന്ന് പറയുമ്പോൾ ആൻസർ സി ആണ്. 70യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, TH ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഇംഗ്ലീഷ് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ധൃതി വെച്ചത്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. എക്സ്പാൻഷൻ ഓഫ് ETC എക്സെട്രയുടെ എക്സ്പാൻഷൻ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ETC എന്താണ്? എക്സെട്ര എന്നല്ലേ? എറ്റ്സെട്ര, ETCETERA, എറ്റ്സെട്ര. നമുക്കൊന്ന് വായിച്ചെങ്കിലല്ലേ എഴുതാൻ പറ്റില്ല. അപ്പോൾ എറ്റ്സെട്ര എന്നാണ് എക്സെട്ര. ഓക്കെ. എക്സെട്രയുടെ ഫുൾ നെയിം എറ്റ്സെട്ര. നിങ്ങളിങ്ങനെ എഴുതി നോക്കൂ. എറ്റ്സെട്ര എന്നാണ് അതിൻ്റെ വാക്ക്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ചിപ്പ്, ട്വിറ്റർ, ട്വീറ്റ്, ട്വിസ്റ്റ്. അതിൽ ഓഡ് വൺ ചേരാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ട്വിസ്റ്റ് ആണ് ചേരാത്തത്. നെക്സ്റ്റ് ചോദ്യം. ലെറ്റസ് പ്ലേ ഫുട്ബോൾ. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാൻ. ലെറ്റസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നോക്കുക, ഏത് വരും എന്നുള്ളത് നോക്കുക. ആൻസർ ഓപ്ഷൻ ബി, ഷാൽ വി. ഓക്കെ, ഷാൽ വി. നെക്സ്റ്റ്,
John is the man dash saved the children. Who? John is the man who saved the children. If I were you, I dash jump off the clock. Jump off the rock. If I were you, I എന്ത് ചെയ്യുന്നു? I were you. നെക്സ്റ്റ് ക്ലോസിൽ അപ്പോൾ എന്താ വരിക? ആൻസർ ഓപ്ഷൻ എ. I wouldn't jump off the rock. Wouldn't. ഓപ്ഷൻ എ ആണ് wouldn't. Okay. Next. Everybody claims to be right. Everybody claims to be right. Answer don't they. Don't they. Next don't they ആണ്. നെക്സ്റ്റ് ചോദ്യം കാലിക്കറ്റ് ഈസ് ഡാഷ് താൻ കണ്ണൂർ. ദാൻ അല്ലേ, ദാൻ വന്നിരിക്കുന്നു. ആൻസർ ഇതാണ് ഫാർദർ. ഫാർദർ. ഫാർദർ ദാൻ കണ്ണൂർ. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഓക്കെ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. ബൈ ജൂൺ അപ്പോൾ ഏത് വരും എന്നുള്ളത് നോക്കാൻ അറിയാമല്ലോ. ആൻസർ ഓപ്ഷൻ എ ആണ്. വിൽ ഹാവ് റിസീവ്ഡ് ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ. ഫ്യൂച്ചർ ടെൻസ് ഷീ വിൽ ഹാവ് റിസീവ്ഡ്. When do you wish dash now or later. When do you wish dash now or later. Answer to start. When do you wish to start. When do you wish to start. Wish to start now or later. Question frame ചെയ്ത ഇവിടെ the race among the leaders is revolving dash means അല്ല the rat race among the leaders is revolving. അതിൻ്റെ മീനിങ് എന്താണ്? The rat race among the leaders is revolving മീൻസ് എന്താണ്? ആൻസർ എന്താണ്? ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഓഫ് പവർ. ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഓഫ് ഫോർ പവർ. ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ എന്നാണ് എൻ്റെ ഉത്തരം. അടുത്തത് ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഗാന്ധിജി ലിവ്ഡ്. അപ്പോൾ ഈ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അല്ലേ. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഗാന്ധിജി ലിവ്ഡ്. ആൻസർ വേർ. ദിസ് ഈസ് ദ പ്ലേസ് വേർ ഗാന്ധിജി ലിവ്ഡ്. നെക്സ്റ്റ് തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. ആൻസർ ദ കബനി റിവർ. ദ കബനി റിവർ. നെക്സ്റ്റ് റിപ്പോർട്ട് ദ സെൻറ്റൻസ്. റിപ്പോർട്ട് ചെയ്യാൻ വി വിൽ പേ ഫോർ ദ ഡാമേജ്. വി വിൽ പേ ഫോർ ദ ഡാമേജ്. എങ്ങനെ റിപ്പോർട്ടിംഗ് ഒക്കെ എഴുതാൻ പറ്റുന്നു? ആൻസർ പറയാൻ ഞാൻ ഓപ്ഷൻ സി ആണ്. അതായത് വി ഓഫേർഡ് ടു പേ ഫോർ ദ ഡാമേജ് അല്ലേ. ഓക്കെ, ചോദിച്ചതല്ല, അതുകൊണ്ട് വി ഓഫേർഡ് ടു പേ ഫോർ ദ ഡാമേജ്. ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു റെയിൻ മഴയാണ്. ചേഞ്ച് ഇൻ ടു പാസീവ് ടെൻസിലേക്ക് പോവാം. മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. ആൻസർ ഇതൊന്നുമല്ലത് അല്ലേ. മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്ങിനെ അല്ലേ. വെസ്റ്റേൺ സോങ് ഈസ് സിംഗിങ് വരുമ്പോൾ അതിന് സിംഗിങ് വരുമ്പോൾ അതിന് മാറ്റണം. ഓക്കെ. വിച്ച് വേർഡ് ഈസ് മിസ്പെൽറ്റ്. ഞാൻ പറഞ്ഞ് കുളവാക്കണമെന്ന് കയറി ഞാൻ പറയാമായിരുന്നു കേട്ടോ. വിച്ച് വേർഡ് ഈസ് മിസ്പെൽറ്റ്. മിസ്പെൽറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തെറ്റാതൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ ഇതൊന്ന് കറക്റ്റ് കണ്ടുപിടിച്ചു. ആൻറ്റോണിംസ് ഓഫ് ഫിക്കിൾ. ഫിക്കിൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ്. ഹി ഡാഷ് ടു ഹെർ അണ്ടിൽ ഷീ അഗ്രീഡ് ടു ഹെൽപ്പ്. ആൻസർ ഓപ്ഷൻ എ ആണ്, മെയ്ഡപ്പ്. ഞാൻ സത്യം പറഞ്ഞ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, നോക്കാൻ വേണ്ടി വന്നല്ലേ. സിനോണിം ഓഫ് QVVs അല്ലേ. ഇപ്പോൾ വെയിൽ ചോദിക്കുന്ന പോലെ വന്നൊരു സംഭവമായിരുന്നു അന്ന്. ഇപ്പോൾ വെയിലല്ലേ കണ്ടിന്യൂസ് വന്നിട്ടിരിക്കുന്നത്. VAEL അല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുപോലെ വന്നേക്കുന്നൊരു സാധനം തന്നെ അന്ന് വന്നത് അല്ലേ. QVYV. അതിൻ്റെ സിനോണിം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, അലേർട്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് പറഞ്ഞിടണം എന്നുള്ളതല്ല, നമ്മൾ സ്വയം കുറേച്ചൊക്കെ കണ്ടെത്തി എഴുതണം. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും കുറേ. A date or time before which a particular task must be finished. Answer deadline. Next മലയാളം കൂടി. ശ്ലഷണ ശിലാശില്പം അതിനെങ്ങനെ ശരിയായി വിഗ്രഹിച്ചെഴുതാൻ പറ്റും? ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, ശ്ലഷണശില കൊണ്ട് നിർമ്മിച്ച ശില്പം. ശ്ലഷണശില
ശില്പം എന്ന് പറയുമ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് പദച്ചേർച്ച കണ്ടെത്തുക അന്ത്യത്തിൽ. അന്ത്യത്തിൽ നമ്മൾ പദച്ചേർച്ച കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. അന്ത്യം പ്ലസ് ഇല്ലാണ് അന്ത്യത്തിൽ. അന്ത്യം പ്ലസ് ഇല്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതേ ആവില്ല കേട്ടോ, പഠിച്ചു വെച്ചേക്കണം. അന്ത്യം പ്ലസ് ഇല്ലാണ് അന്ത്യത്തിൽ. ധനാശി പാടുക. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ധനാശി പാടുക ഏതാണ്? ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കില്ല. എപ്പോഴും ചോദിക്കും, ഇപ്പോഴും അതിന് വളരെ ഡിമാൻഡാണ്. ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ് അല്ലേ? ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ്? കൈച്ചെലവ്. ചിലവല്ല, ചെലവാണ് എപ്പോഴും വരിക. കൈച്ചെലവ്. ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയാക്കുക. ആൻസർ സി ആട്ടോ, ഓപ്ഷൻ സി. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്നേരം അത് വ്യക്തമായി വായിച്ചെഴുതാൻ പറ്റും. ഉത് പ്ലസ് മുഖം. ഉത് പ്ലസ് മുഖം ഉന്മുഖം അല്ലേ? നമുക്ക് അറിയാവുന്ന വാക്ക് ഉന്മുഖം എന്നാണ്. നെക്സ്റ്റ് വിനേശത്തിന് ഉദാഹരണം ഏതാണ്? കാണാൻ പോയി. നെക്സ്റ്റ് അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല് ഏതാണ്? അന്നം, ഭക്ഷണം. ആൻസർ ഏതാണ്? ഊണിന് കൃത്യം, വാക്കിന് സത്യം. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീത പദം. നിർദ്ദയം, സദയം. നിർദ്ദയം, സദയം. വേദപാരംഗതൻ എങ്ങനെ വിഗ്രഹിക്കാം? വേദത്തിൽ പാരംഗതനായവൻ. പാരംഗതൻ, വേദത്തിൽ പാരംഗതനായവൻ. അതാണ് അത്രയും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വെരി മച്ച്.